കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് മുൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്ക് തിരിച്ചടി. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി സുപ്രീംകോടതി. തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ 7 മുൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളി. 2006-2011 കാലഘട്ടത്തിൽ കരുവന്നൂർ സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായിരുന്നവരിൽ 7 പേരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് സുപ്രീംകോടതി തള്ളിയത്. എം.വി. ജസ്റ്റിൻ, എ.ആർ. പീതാംബരൻ, പുഷ്പരാജൻ ടി.എം., പി.കെ. കുമാരൻ, കെ.കെ. കൃഷ്ണൻ, ഷൺമുഖൻ കെ.വി., കെ.എൻ. നകുലൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് സുപ്രീംകോടതി തള്ളിയത്. ക്രൈംബ്രാഞ്ച് കേസിൽ മുൻകൂർ ജാമ്യം തേടി സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ആദ്യം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഇവിടെ നിന്നും ജാമ്യം ലഭിക്കാത്ത 7 പേരാണ് സുപ്രീംകോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ജസ്റ്റിസ് അമാനുള്ള അധ്യക്ഷനായ ബെഞ്ചാണ് ഇവർക്ക് ജാമ്യം നിഷേധിച്ചത്. ഇവർക്ക് കേസിൽ പങ്കുണ്ടെന്ന അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരുന്നു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ 3 തവണ മുൻപുള്ള ഭരണസമിതിയെ നേരത്തെ പ്രതി ചേർത്തിരുന്നു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് 3 തവണ മുൻപുള്ള ഭരണസമിതിയിലെ ജീവിച്ചിരിപ്പുള്ള 7 പേരെ പ്രതി ചേർത്തിരുന്നു. 80 വയസ്സിന് മുകളിലുള്ളവരാണിവർ. ഇവരുടെ കാലത്താണ് തട്ടിപ്പ് തുടങ്ങിയതെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത്. ഈ സമിതിയുടെ അവസാന കാലത്ത് ഒരു വ്യക്തിക്കുള്ള പരമാവധി വായ്പാ തുക 50 ലക്ഷമാക്കിയിരുന്നു. എന്നാൽ നിരവധി പേർക്ക് 2 കോടി വരെ വായ്പ നൽകി. ബാങ്കിന്റെ പ്രവർത്തന പരിധിക്ക് പുറത്ത് വായ്പ അനുവദിച്ചു തുടങ്ങിയതും ഈ ഭരണസമിതിയുടെ കാലത്താണ്. കേസ് രജിസ്റ്റർ ചെയ്ത കാലത്തും അതിനു മുൻപുമുണ്ടായിരുന്ന ഭരണസമിതി അംഗങ്ങളെ നേരത്തെ പ്രതി ചേർത്തിരുന്നു. 7 പേരെ കൂടി പ്രതി ചേർത്തതോടെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസിൽ പ്രതികൾ 31ആയി. ബാങ്കിന്റെ സെക്രട്ടറിയായിരുന്ന ടി.ആർ. സുനിൽകുമാർ, മാനേജരായിരുന്ന ബിജു കരീം, ബിജുവിന്റെ ഭാര്യ, ചീഫ് അക്കൗണ്ടന്റായിരുന്ന സി.കെ. ജിൽസ്, ജിൽസിന്റെ ഭാര്യ എന്നിവരാണ് ഭരണസമിതി അംഗങ്ങളല്ലാത്ത പ്രതികൾ. മറ്റ് 26 പേർ 3 തവണ കാലഘട്ടങ്ങളിലെ ഭരണസമിതി അംഗങ്ങളാണ്. ഒന്നിലേറെ തവണ ഭരണസമിതി അംഗങ്ങളായവരുമുണ്ട്, മരിച്ചുപോയവരുമുണ്ട്. അതിനാലാണ് പ്രതി ചേർക്കപ്പെട്ട ഭരണസമിതി അംഗങ്ങൾ 26ആയത്. കരുവന്നൂർ ബാങ്കിൽ നടന്നത് 100 കോടിയുടെ തട്ടിപ്പാണെന്ന രീതിയിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. പ്രതികളെയെല്ലാം അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. ജാമ്യത്തിനിറങ്ങിയ ഓരോ പ്രതിയുടെയും പേരിൽ 17 കേസുകളാണുള്ളത്. കേസ് അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 324 കോടിയുടെ കള്ളപ്പണ ഇടപാടെന്നാണ് കണ്ടെത്തിയത്. 83 പേരെ ഇ.ഡി. പ്രതി ചേർത്തു. ഇതിൽ CPM പാർട്ടിയും പ്രതിയാണ്. ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്ത 31 പേരിൽ 13 പേരെ മാത്രമാണ് ഇ.ഡി. പ്രതികളാക്കിയത്. പ്രതിപട്ടികയിലുള്ള CPMന്റെ സ്വത്തടക്കം 53 പേരുടെ 128 കോടി വില വരുന്ന വസ്തുക്കൾ ഇ.ഡി. കണ്ടുകെട്ടുകയും ചെയ്തു. കേസ് രജിസ്റ്റർ ചെയ്ത് 4.5 വർഷമായിട്ടും ഒരു കുറ്റപത്രം പോലും ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചിട്ടില്ല എന്ന വിമർശനങ്ങളും ഉയർന്നിരുന്നു.